എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കാപഢ്യം നിറഞ്ഞ ലോകം. കർത്താവെ സഹായിക്കണമേ. ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു. മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപഢ്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ച് കളയട്ടെ. നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും. അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട്. ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പെടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. ഉലയിൽ 7 ആവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ എങ്ങും പരതി നടക്കുന്നു. മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു. സത്യത്തിൻ്റെ യാഥാർത്ഥ്യബോധവും നിരന്തരമായി ഏതു വിപരീത സാഹചര്യത്തിൻ നടുവിലും സർവശക്തൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കണം നിത്യവും നാം ഓരോരുത്തരും എന്നുള്ളതാണ് സങ്കീർത്തനം 12-ാം അധ്യായത്തിൻ്റെ അന്തസത്ത. എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദാവീദ് രാജാവ് അക്കാലത്ത് സ്വായത്തമാക്കിയ ആത്മീയ ഉൾക്കാഴ്ചയും അചഞ്ചലമായ ദൈവാശ്രയ ബോധവും എന്തുമാത്രം ആനുകാലിക പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഞാനാണ് ആൽഫയും ഒമേഗയും എന്ന് പറയുന്ന വചനം ഇതിന് അനുബന്ധമായി ഹൃദയത്തിൽ ഉൾക്കൊള്ളാം. സമാന്തരങ്ങളില്ലാത്ത പൊള്ളയും കാപഢ്യവും നിറഞ്ഞ മനുഷ്യൻ്റെ വചനങ്ങളും ചിന്തകളും ഒരു ഭാഗത്ത്, മറുവശത്ത് ഒരിക്കലും മായാത്ത, മാറാത്ത, മാറ്റമില്ലാത്ത, വീണ്ടും വീണ്ടും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ദൈവപിതാവിൻ്റെ വചനവും. മറ്റൊരു സോദോം ഗൊമോറയിൽ അകപ്പെട്ടു പോയ പോലുള്ള ഒരു ദുരവസ്ഥയാണ് ദാവീദ് രാജാവിൻ്റേത് എന്നുള്ളത് ഈ സങ്കീർത്തന ഭാഗത്ത് നാം വായിക്കുന്നു. ഒരു നീതിമാൻ പോലുമില്ല. കള്ളവും കാപഢ്യവും വഞ്ചനയും നിറഞ്ഞ ഹൃദയങ്ങളുടെ നടുവിൽപ്പെട്ടിരിക്കുകയാണ് ദാവീദ് രാജാവ്. ഈ ഒരവസ്ഥയിലും ദൈവത്തിൻ്റെ സത്യത്തിലും നീതിയിലും വിശ്വസ്തതയിലുമുള്ള ദാവീദിൻ്റെ ബോധ്യം നമുക്കും പിഞ്ചല്ല. ദൈവജനമേ, അടിച്ചമർത്തപ്പെട്ട ദൈവമക്കളെ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴിയിൽ കൂടി സ്വതന്ത്രരാക്കുന്ന പദ്ധതിയാണ് തമ്പുരാൻ്റേത്. മനോഹരമായ ദൈവിക പദ്ധതി. അതിൻ്റെ ഉത്തമ ഉദാഹരണമോ കാൽവരിയിൽ ബലിയായി തീർന്ന് എൻ്റെയും നിങ്ങളുടെയും പാപബന്ധനത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഉദാത്തമായ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നമ്മൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ വില. നമ്മുടെ ദൈനംദിന ജീവിതചര്യകളെ വിശകലനം ചെയ്ത് തിരുത്തലിൻ്റെ വഴി നമുക്ക് സ്വീകരിക്കാം. ദൈവം ഇവിടെ, ദൈവം അവിടെ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മെ ഓടുവാൻ പ്രേരിപ്പിക്കുന്നത് ദൈവത്തെ നാം രുചിച്ചറിഞ്ഞിട്ടില്ല, അറിയാൻ ബോധപൂർവം ശ്രമിക്കുന്നുമില്ല
എന്നതല്ലേ? ആചാരാനുഷ്ഠാനങ്ങളും ചടങ്ങുകളിലും ഒതുങ്ങി നിൽക്കുന്ന ഒക്കെ ദൈവാരൂപിയിൽ കത്തിജ്വലിക്കാൻ ഇടവരുത്തുന്നില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമായ വിഗ്രഹാരാധനകൾ മാത്രം. അർത്ഥമറിയാതെ തലമുറയായി ശീലിച്ചുകൊണ്ടിരിക്കുന്ന വെറും അനുഷ്ഠാനങ്ങൾ മാത്രം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മളായി സൃഷ്ടിച്ച ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് നാം ഈ നിമിഷം വരെ ജീവിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ യോഹന്നാൻ്റെ സുവിശേഷം 14:6 നാം സത്യം ഒരു കോൺസെപ്റ്റ് അല്ല, ഒരു ഫിലോസഫി അല്ല, ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവ് പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, അയൽക്കാരോട്, സഹപ്രവർത്തകരോട്, മേലുദ്യോഗസ്ഥരോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് ഒക്കെ ജെനുവിനായിട്ടുള്ള അവരുടെ നന്മയെ കാംക്ഷിക്കുന്ന, അവരുടെ നന്മയെ ആഗ്രഹിക്കുന്ന സ്നേഹത്തോടെയാണോ നാം പെരുമാറുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ആഹ്വാനം നാം അനുസരിച്ചാണോ ജീവിക്കുന്നത്? പരിശോധിക്കാം. സഹോദര സഹോദരി, തിരുത്താം ഇന്ന് തന്നെ. വചനം പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വായ് സംസാരിക്കുന്നുവെന്ന്. എന്നിൽ ദൈവാത്മാവ് കുടികൊള്ളുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ വരദാനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കൂ. അതല്ലെങ്കിൽ എല്ലാം പൊള്ളയായ വെള്ള പൂശൽ മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.